ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, എന്ത് തിന്നുമെന്നോ കുടിക്കുമെന്നോ ഓർത്ത് നിങ്ങൾ ആകുലചിത്തരാകണ്ടെന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ യേശു പറയുകയാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താണ്? നിങ്ങളുടെ കാര്യത്തില് നിങ്ങളുടെ പിതാവായ ദൈവം ശ്രദ്ധാലുവാണെന്ന് പറയുകയാണ്. യേശു പറയുകയാണ്, ചെറിയ അജഗണമേ നിങ്ങൾ വിഷമിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആകുലചിത്തരാകേണ്ട. കാരണം എന്താണ്? നിങ്ങൾക്ക് രാജ്യം നൽകാനായിട്ട് നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് ഇന്നത്തെ വചനത്തിലൂടെ യേശു നമ്മളോട് പറയുകയാണ്, നീ ദൈവത്തിന്റെ മുമ്പില് വിലയുള്ളവനാണ് എന്ന് പറയുകയാണ്. നീ എത്ര ചെറിയവനായാലും, നീ എത്ര കഴിവ് കുറഞ്ഞവനായാലും നീ ആകുലചിത്തനാകേണ്ട, അതായത് ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താണ്? ദൈവത്തിന് മുമ്പിൽ നിനക്ക് വിലയുണ്ട്, അല്ലെ? ദൈവത്തിന് മുമ്പില് നീ പ്രിയങ്കരനാണ്, ദൈവത്തിന് മുമ്പില് നിനക്ക് വിലയുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ലോകത്തില് കുറെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. എങ്ങനെ സമ്പാദിക്കുമെന്നോ, എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്നോ, എങ്ങനെ തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങൾ വാങ്ങുമെന്നോ എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തില് നിങ്ങളെ ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിച്ചു വെക്കുമെന്ന് പറയുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിക്ഷേപം സ്വർഗത്തില് സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ നിക്ഷേപം സ്വർഗത്തിൽ സംഭരിക്കുമെന്ന് ഈശോ നമ്മളോട് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ പുണ്യപ്രവർത്തികൾ വഴി സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാനായിട്ട് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്നതിനും അതുപോലെ തന്നെ പുണ്യപ്രവർത്തികളിലൂടെ സ്വർഗത്തില് നമ്മുടെ നിക്ഷേപം സംഭരിക്കുന്നതിനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട്